Hi friends, it's me Sanuf. Line of actual control. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി. ഈ ഒരു LAC-ൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നും ഈ മാറ്റങ്ങൾ ഒരുപക്ഷെ വീണ്ടും ഗൽവാൻ വാലിയിൽ ഉണ്ടായ പോലെ ഒരു പ്രശ്നത്തിലോട്ട് എത്തിച്ചേക്കാമെന്നും പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ വാർത്തയിൽ പുറത്തു വരുന്നുണ്ട്. ഈ ഒരു വാർത്തകൾക്ക് പിന്നിലെ സത്യാവസ്ഥ എന്താണ് LAC-ൽ ഇപ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ, ഇങ്ങനെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായി കാണുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കത്തെ പറ്റിയിട്ട് കുറേയധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിൽ ചിലതിലെല്ലാം തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ചൈന ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള വാർ ഇന്ത്യയുമായിട്ട് ഉണ്ടാക്കില്ല എന്ന്. കാരണം ഒരു നീണ്ടു നിൽക്കുന്ന യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെയും ചൈനയുടെയും എക്കോണമി കംപ്ലീറ്റ് ആയിട്ടും വീക്ക് ആവും. അത് മാത്രമല്ല ചൈനയ്ക്ക് അതൊരു ഇന്റർനാഷണൽ പ്രഷറായിട്ട് മാറുവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചൈന ഇന്ത്യക്കെതിരെ എടുക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും ഒന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നത്. പക്ഷേ ഈ ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ചൈന പലപ്പോഴായിട്ടും ഇന്ത്യക്കെതിരെ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട കാരണം, അതിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇന്ന് ചൈന പലതരം നീക്കങ്ങൾ LAC-ൽ നടപ്പാക്കുന്നുണ്ട്. ഈ നീക്കങ്ങൾ എന്തുകൊണ്ട് ഇന്ന് നടപ്പാക്കിയെന്ന് ചോദിക്കുകയാണെങ്കിൽ തൊട്ട് 9 ദിവസം ഇന്ത്യ ചൈനയ്ക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടപ്പാക്കിയിരിക്കാം. ആ ഒരു നീക്കം തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയും തായ്വാനും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സെമി കണ്ടക്ടർ IC ചിപ്പുകൾ നിർമ്മിക്കുവാനായിട്ട് കൂടുതൽ സഹകരണം നടത്താൻ പോകുന്നത്. ഇത് നടത്തിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് മാറുന്നൊരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ സെമി കണ്ടക്ടേഴ്സ് ആണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറുന്നത്. ഈ സെമി കണ്ടക്ടേഴ്സ് കൊണ്ട് നമുക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷേ അതിലുപരിയായിട്ട് ഭാവിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നതിനെ പോലും സ്വാധീനിക്കുന്ന പല ടെക്നോളജീസും ഈ ഒരു സെമി കണ്ടക്ടേഴ്സ് വഴി വികസിപ്പിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. സോ അത്രയും ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് ഈ സെമി കണ്ടക്ടേഴ്സ്, ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റായിട്ട് മാറുന്നുണ്ട്. ആ മാർക്കറ്റിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അത് ഓപ്പണായിട്ട് നമ്മൾ അംഗീകരിക്കണം. പക്ഷെ ആ ഒരു മാർക്കറ്റിൽ ചൈന ഈ ഒന്നാം സ്ഥാനം ക്രിയേറ്റ് ചെയ്തതിന്റെ കാരണങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ പലതരം ചതിയും പലതരത്തിലുള്ള ഗൂഢാലോചനയും കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ജപ്പാൻ അവരുടെ ടെക്നോളജി കൂടുതൽ ഉയരങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ചൈന കൃത്യമായിട്ട് അവരുടെ വുൾഫ് ബാരിയേഴ്സ്, അതായത് ചൈനയുടെ ഡിപ്ലോമാറ്റ്സിനെ യൂസ് ചെയ്തുകൊണ്ട് പല രാജ്യങ്ങളിലും കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയെടുക്കും. ഈ ഹണി ട്രാപ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ട്രാപ്പുകളൊക്കെ ഇന്ന് യാഥാർത്ഥ്യം നടപ്പാക്കുന്ന രാജ്യമാണ് ചൈന. പണ്ട് അമേരിക്കയും സോവിയറ്റ് യൂണിയൻ നടപ്പാക്കിയ ആ ഒരു കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് പലതരത്തിൽ പല രാജ്യത്തും സ്വാധീനം ചെലുത്തുവാനായിട്ട് ചൈന ശ്രമിക്കുന്നുണ്ട്. ആ സ്വാധീനം മൂലം തന്നെ പലതരത്തിൽ കെണികൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് വലിയൊരു എക്സാമ്പിളാണ് ശ്രീലങ്ക. ശ്രീലങ്കയിൽ ഇന്ന് അനുഭവിക്കുന്ന ഭക്ഷണത്തിന്റെ ഷോർട്ടേജിന് ഒരു കാരണക്കാരൻ ഈ ഒരു ചൈന തന്നെയാണ്. സോ ചൈന കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇന്ത്യക്കെതിരെ LAC-ൽ, അതായത് ഇന്ത്യയുടെ അതിർത്തി ഭാഗത്ത് കൂടുതൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അതിർത്തിയെ ഒരിക്കലും നമ്മൾ ഇന്തോ ചൈന അതിർത്തി എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല. അത് ഇന്തോ ടിബറ്റ് അതിർത്തിയാണ്. ടിബറ്റിനെ പിടിച്ചെടുത്തുകൊണ്ടാണ് ചൈന ഇന്ത്യയുടെ അയൽക്കാരനായിട്ട് മാറിയത്. സോ ഇങ്ങനെയുള്ള ചൈനയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ നീക്കങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചൈന ഇന്ത്യക്കെതിരെ വീണ്ടും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്ന്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം ചൈന രാത്രിയിൽ ഒരു മിലിറ്ററി ഡ്രില്ല് കണ്ടക്ട് ചെയ്തു. ഇത് സിൻജിയാൻ ഭാഗത്ത് 16,000 ഫീറ്റ് ഉയരത്തിലായിട്ടുള്ള ഒരു മേഖലയിലാണ് നടത്തിയിരിക്കുന്നത്. ഈ ഒരു മിലിറ്ററി ഡ്രില്ലിന് എന്താണ് ഇത്രയധികം പ്രത്യേകത? പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു നൈറ്റ് എന്ന് പറയുന്ന കാര്യം, രാത്രി സമയത്ത് ലഡാക്കിൽ അതിശക്തമായുള്ള ശൈത്യമായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് ഇതിനു മുമ്പ് 2020 സെപ്റ്റംബർ മാസം ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയിൽ പ്രശ്നമുണ്ടായത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സെപ്റ്റംബർ തുടക്കത്തിലായിരുന്നു ഇന്ത്യ പാങ്കോങ് ലേക്കിന്റെ സൗത്ത് സൈഡിലുള്ള പ്രധാനപ്പെട്ട ഹൈ പോയിന്റ്സ് പിടിച്ചെടുത്തത്. അതൊരു രാത്രി സമയമായിരുന്നു. അന്ന് ചൈന മുന്നോട്ട് കയറി വരാൻ സാധിക്കാതിരുന്നത് ഇന്ത്യയുടെ ഒരു അത്യുഗ്രനായിട്ടുള്ള നീക്കമായിട്ടായിരുന്നു വിദഗ്ധർ ഇന്നും വിശകലനം ചെയ്യുന്നത്. കാരണം ഇന്ത്യ കൃത്യമായിട്ട് തന്നെ ചൈനയ്ക്ക് മുൻപ് ആ ഹൈ പോയിന്റ്സ് പിടിച്ചെടുക്കുകയും അവർക്ക് മേലെ ഒരു ആധിപത്യം നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൈന കൂടുതൽ ശക്തമായിട്ടുള്ള നൈറ്റ് പെട്രോളിംഗ് നടപ്പാക്കുവാനായിട്ടും ആലോചിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു മിലിറ്ററി എക്സസൈസ് നടന്നിരിക്കാമെന്നാണ് വിദഗ്ധരുടെ ഒരു പ്രധാനപ്പെട്ട ഒപ്പീനിയൻ. അതേസമയം ഈ ചൈന തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഈസ്റ്റേൺ ലഡാക്ക് ഭാഗത്ത് പുതിയ ഷെൽട്ടേഴ്സ്, അതായത് അവരുടെ സോൾജേഴ്സിന് താമസിക്കാൻ പറ്റുന്ന, കൂടുതൽ ശൈത്യത്തെ അതിജീവിക്കാൻ പറ്റുന്ന കുറച്ച് ഷെൽട്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഏകദേശം 8ഓളം വരുന്ന ഷെൽട്ടേഴ്സ് അതിർത്തിയുടെ ഭാഗത്തായിട്ട് ചൈന നിർമ്മിക്കുന്നുണ്ടെന്നാണ് ഇതിനോടകം വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ഷെൽട്ടേഴ്സ് നിർമ്മിക്കുക മാത്രമല്ലാതെ S-400 എയർ ഡിഫൻസ് സിസ്റ്റവും ചൈന
സിൻജിയാൻ ഭാഗത്തായിട്ട് വിന്യസിപ്പിച്ചിട്ടുണ്ട്. ചൈന പിടിച്ചിരിക്കുന്ന ടിബറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമതലമായ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇതൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നത്. ഇന്ത്യ ബുക്ക് ചെയ്തിട്ടുള്ള റഷ്യയുടെ S-400 ഈ വർഷം അവസാനമായിട്ടാണ് ഇന്ത്യക്ക് ലഭ്യമാകുക. അത് ലഭ്യമായി കഴിഞ്ഞാൽ 2 എന്തായാലും LACയിൽ ഇന്ത്യ വിന്യസിപ്പിക്കുമെന്നാണ് എക്സ്പേർട്സ് പറയുന്ന ഒരു ഒപ്പീനിയൻ. സോ ഇതൊരു കൗണ്ടർ ആക്ഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമെങ്കിലും ഇന്ത്യയുടെ കൈവശമുള്ള റഫേൽ യുദ്ധവിമാനങ്ങൾ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ചൈനയുടെ മേലെ ഇന്ത്യക്ക് നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. സോ ചൈന ഈ ഒരു കാര്യം എന്തുകൊണ്ട് നടപ്പാക്കണം? ഇത് വലിയൊരു യുദ്ധത്തിനുള്ള പ്രഖ്യാപനമോ അല്ലെങ്കിൽ അതിനുള്ള നീക്കമൊന്നുമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യക്കെതിരെ വീണ്ടും എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റാൻഡ് ഓഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ചൈനയുടെ ശ്രമമായിട്ടാണ് ഇതിനെ എനിക്കും തോന്നുന്നത്. കാരണം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് പറയുകയല്ല, ചൈന കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഇന്ത്യക്കെതിരായിട്ട് പലതരത്തിലുള്ള നീക്കങ്ങൾ എടുത്തു വെക്കാറുണ്ട്. ഈ നീക്കങ്ങളൊക്കെ എടുത്തു വെക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയെ കൂടുതലായിട്ട് ഇന്ത്യക്ക് സുരക്ഷിതം എന്ന് പറയുന്ന കാര്യം ശക്തമാക്കുവാനായിട്ട് പ്രേരിപ്പിക്കണം. അതിനായിട്ടാണ് അവരുടെ ഒരു പ്രൊപ്പഗണ്ട, ഒരു പ്രചാരണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗ്ലോബൽ ടൈംസ് എടുത്ത് നോക്കിയാൽ പോലും ചൈനയുടെ പ്രചാരണം വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കും. അതിർത്തി ഭാഗത്ത് ചൈന കൂടുതൽ ശക്തമായിട്ട് തന്നെ റോഡും ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഇന്ത്യയെക്കാളും കൂടുതൽ ശക്തമായിട്ട് ട്രൂപ്സിനെ വിന്യസിപ്പിക്കാനായിട്ട് ചൈനയ്ക്ക് സാധിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ വലിയൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ആർട്ടിക്കിൾ വായിക്കുന്ന ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ ചൈനക്കാരനോ അല്ലാത്ത ഒരു വ്യക്തി ആദ്യം വിചാരിക്കുക ചൈനയായിരിക്കും ഇന്ത്യയെക്കാളും കൂടുതൽ മെച്ചത്തിൽ ഈ ഒരു അതിർത്തിയിലോട്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നതെന്ന്. ഒരു പരിധിവരെ അവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിലും ഇന്ത്യ അതിലുപരിയായിട്ട് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തന്നെ ശക്തമായ സാന്നിധ്യം ഇന്ത്യയുടെ അതിർത്തി ഭാഗത്ത് വിന്യസിപ്പിക്കുന്നുണ്ട്. ചൈന പിടിച്ചെടുത്ത ടിബറ്റ് ഭാഗത്ത് കൂടുതലായുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയെക്കാളും ഒരു അവിടെ കൂടുതൽ ഹൈ പോയിന്റ്സ് ഇല്ല എന്നാണ്. ഇപ്പൊ ഇന്ത്യയുടെ ഭാഗത്ത് വലിയ കുന്നുകൾ ഉണ്ടാകാം, പെട്ടെന്ന് വരുന്ന ഒരു സമതലങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ചൈനയ്ക്ക് കൂടുതലായിട്ടും സമതലമായുള്ള പ്രദേശങ്ങളാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇത്രയും കാലമായിട്ടും ഈ അതിർത്തിയിലെ റോഡ് നിർമ്മാണത്തിലൊക്കെ കുറച്ച് മെല്ലെപ്പോക്ക് നടത്തിയത്. ഇപ്പൊ അത് കൂടുതൽ ശക്തമായിട്ട് പുതിയ ടെക്നോളജിയും വേറെ രാജ്യങ്ങളുടെ സപ്പോർട്ടോട് കൂടി ഇന്ത്യ നടപ്പാക്കുന്നത് നമുക്ക് അതിർത്തിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും അതിന് ഈസി ആയിട്ട് അതിജീവിക്കാൻ സാധിക്കുമെന്നതിന്റെ സൂചനയായിട്ട് കണക്കാക്കാൻ പറ്റും. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ചൈന അതിർത്തിയിൽ ഇന്ത്യക്കെതിരെ കുറച്ചും കൂടെ സ്ലോ ആയിട്ട് പല സ്റ്റെപ്പുകളും എടുത്തു വെക്കുന്നത്. സോ ചൈന ഇന്ത്യക്കെതിരായിട്ട് LACയിൽ ഇന്ന് പലരും നീക്കങ്ങൾ നടപ്പാക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈവൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അവസാനമായിട്ട് ചൈന ഉത്തരാഖണ്ഡിന്റെ ബർഹൌട്ടി എന്ന് പറയുന്ന അതിർത്തി പ്രദേശത്തോട്ട് അവരുടെ കുറച്ച് സോൾജേഴ്സിന് ഏകദേശം ഒരു 50ഓളം വരുന്ന സോൾജേഴ്സ് കുതിരയിലായിട്ട് ഈ ഒരു ഭാഗത്ത് വന്നതായിട്ടും അവിടെയുള്ള ഗ്രാമീണരായ ആൾക്കാർ ഉടനടി ഇന്ത്യയുടെ അതിർത്തിയിലെ പോലീസുകാർ ഇന്തോ ടിബറ്റ് ബോർഡർ പോലീസിനോട് അറിയിച്ചതും അവർ അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് ഇവർ പെട്ടെന്ന് തിരികെ പോയതായിട്ടും അറിയിച്ചിട്ടുണ്ട്. ഇവർ ഏകദേശം 5 കിലോമീറ്ററോളം ഇന്ത്യയുടെ അകത്ത് വന്നതായിട്ടാണ് അവിടുത്തെ ഗ്രാമീണർ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. സോ ചൈനയുടെ ആക്ഷൻസ് എന്താണെന്ന് നമുക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ത്യക്കെതിരെ പല സ്റ്റെപ്പുകളും എടുത്തു വെക്കുന്നതായിട്ട് കാണിക്കണം. ഇപ്പോഴും അവർ പ്രശ്നത്തിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അവരൊരു പേടി ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇത് ടോട്ടലായിട്ട് ഫെയിലിയറായി മാറുന്ന ഒരു സ്ട്രാറ്റജിയാണെന്ന് ചൈന ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ കൂടുതൽ ശക്തമായ ഡിപ്ലോമാറ്റിക് പരമായ നീക്കം ചൈനയ്ക്കെതിരെ നടപ്പാക്കുന്നുണ്ട്. ആ നീക്കങ്ങളെല്ലാം തന്നെ ചൈനയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുവാനായിട്ടാണ് വഴിയിരുത്തുന്നത്. ഇപ്പോൾ തായ്വാനുമായിട്ട് ഇന്ത്യ സഹകരിക്കുന്നതും ചൈനയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ടാണ് ചൈന പതുക്കെ അവരുടെ കയ്യിൽ ആനയുണ്ട് ചേനയുണ്ടെന്ന് പറഞ്ഞിട്ട് പലതരം പ്രചാരണങ്ങൾ കൊണ്ടുവരുന്നത്. ഇന്ന് നോക്കുകയാണെങ്കിൽ ചൈന ഈ കഴിഞ്ഞ ദിവസം ഒരു എയർ എക്സ്പോ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ എയർ എക്സ്പോയിൽ അവരുടെ കൈവശമുള്ള ഡ്രോൺ ടെക്നോളജി പ്രദർശിപ്പിച്ചതായിട്ട് വാർത്തകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചൈനയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള CH-6 എന്ന് പറയുന്ന ഡ്രോൺസും WZ-7 എന്ന് പറയുന്ന ഡ്രോൺസ് ഒക്കെ ഈ ഒരു എക്സ്പോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സോ ചൈന ഡ്രോൺ ടെക്നോളജി കൂടുതലായിട്ട് വികസിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇത് ഇന്ത്യയും കൂടുതലായിട്ട് നോക്കേണ്ട ഒരു മേഖലയാണ്. ഇന്ത്യ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് തന്നെ ഡ്രോൺ ടെക്നോളജീസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് പോലും ഇസ്രായേലിലൊക്കെ നിന്ന് ഹെറോൺ ഡ്രോൺസ് ഇന്ത്യ 4 പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ പടകളും 3 പടകൾക്കും കൂടുതലായിട്ട് ഡ്രോൺ ടെക്നോളജി ലഭ്യമാക്കുന്നതിനെ പറ്റിയിട്ടും ഇന്ത്യ ഒരു ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഇന്ത്യയുടെ അകത്ത് തന്നെ പുതിയ കമ്പനീസ് ഈ ഡ്രോൺ മേഖലയിൽ കൊണ്ടുവരാനായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് ഇന്ത്യക്ക് കൂടുതലായിട്ട് ഉപകാരപ്പെടുമെന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആധുനികമായ യുദ്ധകാലഘട്ടത്ത് ഈ ഡ്രോൺസ് ചെലുത്തുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൂടുതൽ ടെക്നോളജീസ് ഇന്ത്യ വികസിപ്പിച്ചു കഴിഞ്ഞാൽ അതിർത്തിയിൽ ചൈന കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് ഇന്ത്യക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും.
കാരണം ഇന്ന് കൗണ്ടർ ഡ്രോൺ ടെക്നോളജീസ് ആണ് ആധുനികമായ യുദ്ധ കാലഘട്ടങ്ങളിൽ വലിയൊരു വേസ്റ്റ് ആയിട്ടുള്ള ഏരിയ, ഒരു പരന്നു കിടക്കുന്ന വലിയൊരു പ്രദേശത്ത് കൂടുതലായിട്ടുള്ള അഡ്വാൻറ്റേജ് സമ്മാനിക്കുക. കൃത്യമായിട്ട് ഇന്ത്യ ആ ഒരു മേഖലയിൽ കൂടുതലായിട്ടുള്ള സാമ്പത്തികമായിട്ടും ടെക്നോളജിപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ വിലയിരുത്തേണ്ടത്. സോ ഓവറോളായിട്ട് ചൈന പലതരം നീക്കങ്ങൾ, പലതരം കുരുട്ടുബുദ്ധി ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചൈനയുടെ ഈ ഒരു നീക്കങ്ങളെല്ലാം തന്നെ തടയുവാൻ ശ്രമിക്കണമെന്ന് നമുക്ക് ഈ ഒരു വിഷയത്തിൽ ആഗ്രഹിക്കാം. സോ ഇത്രയും കാര്യമാണ് ഓവറോൾ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാൻ വിചാരിച്ചത്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.